അതിഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവിനെ തുടർന്ന് ഇന്ന് ആശുപത്രിയിലായിരിക്കുന്ന ഉഷ ജോസഫിനെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. സർക്കാർ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചയെ തുടർന്ന് ഏകദേശം 2021 മെയ് മാസം മുതൽ ചികിത്സയുമായിട്ട് ആശുപത്രികൾ കയറി ഇറങ്ങി നടക്കുന്ന 51 വയസ്സുള്ള ഒരു സാധാരണപ്പെട്ട ഒരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണ് ഉഷ ജോസഫ്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായിട്ടുള്ള കൃത്യമായിട്ടുള്ള ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് അവരുടെ ശരീരത്തിനകത്ത് 10 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു കത്രികയാണ് കിടക്കുന്നത്. അത് തന്നെ നിരവധി തവണ ശാരീരികമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയും മൂത്രതടസ്സം പോലെയുള്ള വല്ലാത്ത ബുദ്ധിമുട്ടുകളും രക്തം പോകുന്നതടക്കമുള്ള പ്രയാസങ്ങളും ഉണ്ടായിട്ട് നിരവധി തവണ ഡോക്ടർമാരെ കാണുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തിരിച്ചയക്കുക എന്നുള്ളതിനപ്പുറമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു വിശകലനം നടത്താനോ അല്ലെങ്കിൽ പരിശോധന നടത്താനോ ആരും തന്നെ തയ്യാറായിട്ടില്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ അവർ പറഞ്ഞതനുസരിച്ച് ഒരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു യൂറോളജിസ്റ്റിനെ കഴിഞ്ഞ ദിവസം പോയി കാണുമ്പോഴാണ് ഒന്ന് സ്കാൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടാകുന്നത്. സ്കാൻ ചെയ്തപ്പോഴാണ് അവരുടെ ശരീരത്തിനകത്ത് ഇങ്ങനെ ഒരു കത്രിക സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർ പോലും തിരിച്ചറിയുന്നത്. അവരാ ഞെട്ടലിൽ നിന്നും അവർക്ക് ഇപ്പോഴും മാറാൻ കഴിഞ്ഞിട്ടില്ല. അവർ വല്ലാത്ത പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ആ സ്ത്രീ അവിടെ കിടക്കുന്നത്. ഇനി വിദഗ്ധ ചികിത്സ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ആരോഗ്യ കേരളം ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ട് കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ച് കേരളത്തിലെ സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ പിഴവുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ട് ഹർഷിനയുടെ വയറിനകത്ത് 12 സെൻറ്റിമീറ്റർ നീളമുള്ള കത്രിക വെച്ചാണ് ആ പെൺകുട്ടിക്ക് ജീവിക്കേണ്ടതായി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പിഴവുകളെ സംബന്ധിച്ച് പറയുമ്പോഴും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പിഴവുകളെ വളരെ ലാഘവത്തോടുകൂടി കാണുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ രാജിവെക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. കാരണം സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് ഇനി പറയേണ്ടത്? പാലക്കാട് ഞങ്ങൾ ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുമായി കടന്നു ചെന്നപ്പോൾ കൈ നഷ്ടപ്പെട്ട വിനോദിനി എന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ആശുപത്രികളിലെ പിഴവുകളാണ്. എന്നിട്ട് PR വർക്ക് നടത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ രംഗമെന്ന് പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. ബോർഡുകളുണ്ടല്ലോ, ബോർഡുകളൊക്കെ അഴിച്ച് താഴെ വെക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള ഈ വിഷയങ്ങളെ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. ഈ കാര്യത്തിൽ സ്ത്രീകളുടെ മൊത്തം സത്യത്തിൽ ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ പരമ്പരകൾ തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. എല്ലാത്തിനും റിപ്പോർട്ട് ചോദിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കേസിനകത്തും റിപ്പോർട്ട് ചോദിക്കുകയായിരിക്കും. പക്ഷേ അവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതും അവരുടെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും ഒരു സ്റ്റേറ്റിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ചുമതലയാണ്. സർക്കാർ ആശുപത്രിയിൽ പോകുന്നവർക്ക് ഭീതിയില്ലാതെ പോകാനുള്ള സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് എന്നുകൂടി അറിയിക്കുകയാണ്.